ചോര പുരണ്ട കുപ്പായവുമായി നിയമസഭയിലേക്ക് പോകുന്നു. മജീദ് സാഹിബ് എത്തിയതിന് ശേഷമാണ് എന്താണ് മലപ്പുറത്ത് നടന്നതെന്ന് കൃത്യമായിട്ട് അവിടെയുള്ളവർ അറിയുന്നത്. അങ്ങനെ അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബോധരഹിതനായി വീഴുന്നു. ഇതെന്ത് പറ്റിയാൽ കണ്ണനെന്നൊരു പോലീസുകാരൻ മരിച്ചു പോകും. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ അയാളെ കൊന്നതാണ് ധാരണയിൽ പോലീസിൻ്റെ ഇടയിലും പ്രശ്നങ്ങൾ. പക്ഷേ ആ വെടിവെപ്പിൽ നമ്മൾ മറക്കാത്ത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-65 വയസ്സായ കുട കുത്തിപ്പിടിച്ച ഒരാൾ നേരെ പോലീസിന് മുമ്പ് വരും. അപ്പോൾ 302 കേസ് അടക്കം ഈ എല്ലാ നോൺ ബൈലബിൾ കേസുണ്ടായിട്ട് പോലും ഒരാൾ പോലും ഒരു ദിവസം പോലും ജയിലിൽ പോയിട്ടില്ല. അതായത് ഈ സമരത്തിൻ്റെ ഒരു പ്രത്യേകത. അതിനുശേഷം ചന്ദ്രികയിൽ നമുക്ക് യാതൊരു രക്ഷയില്ല. അതെ, ചന്ദ്രിക നമുക്കിതിലിങ്ങനെ വാർത്ത വരായിരുന്നു. CHനെതിലും നമുക്കിത് വാർത്ത വരായിരുന്നു. അനുവദിക്കാൻ പറ്റില്ലാറുണ്ട്. നമ്മൾ അതിൽ കൂടി നമ്മൾ ചെറുപ്പക്കാരടക്കം കൂടിയിട്ട് ചന്ദ്രിക ഓഫീസ് കൈകാര്യം. ആ പോക്ക് വരുന്നെങ്കിൽ ഇപ്പോൾ പ്രവാസിയാവില്ല, മലയാളിയായി യൂസ്ഫുല്ലായിരുന്നു വിചാരിച്ചോളൂ. ഏതൊരു സുന്നിപ്പള്ളിയിലെ വൈസ് പ്രസിഡന്റിനാണ് ഇപ്പോൾ ആളുകൾ മുജാഹിദ് എന്ന് പറയുന്നത്. ചിലവരിന്ന് ജമാഅത്ത് ഇസ്ലാമി അറിയും, ചിലവർ തബ്ലീഗാരനാണ് അറിയും. തമിഴ് വന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഏതെങ്കിലും സ്വീകരിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പാർട്ടി എന്നാണ് എപ്പോഴും പറയാം. മറ്റത് സെക്കൻഡ് ഓപ്ഷൻ.